നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം പേരൂർക്കട ജംഗ്ഷൻ സമീപം. പേരൂർക്കടയിൽ നിന്നും ജംഗ്ഷൻ 200 മീറ്റർ മാത്രം മാറി ഏകദേശം റാണിയിൽ വഴയിൽ പോകുന്ന ഒരു റാണി ലൈനിനകത്ത് നമുക്കൊരു പുതിയ വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. 3,800 സെന്റിൽ 4 ബെഡ്റൂമോട് കൂടി 1,600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബ്രാൻഡ് ന്യൂ വീടാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. 3,800 സെന്റ് എന്ന് വെച്ചിട്ട് ഒരു സ്ഥലപരിമിതിക്കൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു SUV ടൈപ്പ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, നമുക്കൊരു ചെറിയ കാർ ഇവിടെ പാർക്ക്, 2 വണ്ടി അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു മുറ്റത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് മനോഹരമായ രീതിയിൽ ചെറിയ ഗാർഡനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിലേക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാട്ടറിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം കിണറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്. കിണറ്റിലെ വെള്ളം നമുക്ക് ഡയറക്റ്റ് കോരി കുടിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നല്ല ശുദ്ധമായ വാട്ടർ, നല്ല പ്യുവർ വാട്ടർ. അതായത് എന്തുകൊണ്ടെന്നാൽ ഇതൊരു ഹൈറ്റായ പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഓരിന്റെ അംശമോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ശുദ്ധമായ വാട്ടറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്കിലേ വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസുകൾ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഇതൊരു ബിൽഡേഴ്സ് ചെയ്ത് കൊടുക്കുന്ന വീടല്ല. ഇതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അവർ ഒരു ലാൻഡ് എടുത്ത് ഡെവലപ്മെന്റ് ചെയ്തതും അവർക്ക് ട്രാൻസ്ഫർ വന്നതിന്റെ ബേസ് ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന്റെ കാര്യത്തിലോ ക്വാളിറ്റിയുടെ കാര്യത്തിലോ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ചെറിയ രീതിയിലാണ് സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലുള്ള പുതിയ മോഡൽ ടൈൽസും അതുപോലെ ഗ്രാനൈറ്റും ഒക്കെ ചെയ്താണ് ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് കംപ്ലീറ്റ് ആയിട്ടും പ്ലാവും തടിയിലാണ്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ കംപ്ലീറ്റും പ്ലാവും ആഞ്ഞിലുമാണ് കംപ്ലീറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഹോളിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമുള്ള സ്പേഷ്യസിന്റെ കാര്യത്തിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ കൊടുത്തിട്ടുള്ള എൽ മോഡൽ ടൈപ്പാണ്. ഇവിടെ ലിവിംഗ് സ്പേസ് ആണെങ്കിൽ അവിടെ ഡൈനിങ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇന്ത്യയിൽ വർക്ക് കംപ്ലീറ്റ്. ലൈറ്റ്സ് ആയാലും തന്നെ അതിന്റെ ഡിസൈൻ പാറ്റേൺ ആയാലും ഈ ഫാൻ ആയാലും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 70% ഫർണിഷിംഗ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ പുതിയ വീട് വാങ്ങിക്കുന്നവർക്ക് ഇനി എക്സ്ട്രാ കോസ്റ്റ് എന്ന രീതിയിലേക്ക് ഒരു കോസ്റ്റിന്റെ ആവശ്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു സ്ഥലത്ത് 3,800 പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ രീതിയിലുള്ള 4 BHK പോലുള്ള വീട് പണിയതിൽ അത് എന്തായാലും അവർ ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരെ കൺസേൺ അനുസരിച്ചാണ് ബാക്കി കംപ്ലീറ്റ് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ല, ഈ സൈഡിലേക്ക് ഒരു മനോഹരമായ രീതിയിലേക്ക് ഒരു ചെറിയൊരു ഗാർഡനിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ കണ്ണിന് വളരെ കുളിർമ തരുന്ന രീതിയിലേക്കുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്കൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൽ മോഡലാണ് ഹോൾ വരുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ ഡൈനിങ് സ്പേസിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ മനോഹരമായ രീതിയിലേക്കുള്ളൊരു വാഷ് ബേസിനും അതുപോലെ തന്നെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂം കൂടിയാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസുകളാണ് ഉള്ളത്. ഈ ബെഡ്റൂം ഒരു മീഡിയം ബെഡ്റൂം ആണെങ്കിലും അപ്പുറ സൈഡിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിന്റെ സൈസും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ടൈൽ പാറ്റേൺ ഒക്കെ വളരെ മനോഹരമായ ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഫിറ്റിംഗ്സും സിറയും അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡ് സാധനങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ 1ാമത്തെ ബെഡ്റൂമിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ള ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ്. ഇന്ത്യയിൽ വർക്കൗട്ട് ചെയ്ത് സാധാരണ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. നല്ല ക്ലാസ് ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിന്റെ വർക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പോയിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിലായാലും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ടൈൽ പാറ്റേൺ ഒക്കെ നമുക്ക് നല്ല മനോഹരമായ ഒരു രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ തന്നെയാണ്. ഇത് ഏകദേശം 10 വർഷം ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കുന്നവർക്ക് ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ചെയ്ത കമ്പനി തന്നെ അതിന്റെ മെയിൻ്റെനൻസ് എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ഡയറക്റ്റ് ഓണർ തന്നെ ഈ കൺസ്ട്രക്ഷൻ ചെയ്തതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫേവറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഒരു ചിമ്മിനിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യം പോലെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുള്ളത്. മുകളിലൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറുകൾ കംപ്ലീറ്റ് തന്നെ പ്ലാവും തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കൊരു വർക്ക് ഏരിയ ഇറക്കണമെങ്കിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നനയ്ക്കാനുള്ള കല്ലുണ്ട്. അത്യാവശ്യം നടന്നു പോകാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ സ്റ്റെയർകേസിലേക്ക് കയറുമ്പോൾ തന്നെ അതിന്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഡോറുകൾ കൊടുത്തുകൊണ്ട് അലമാര പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർകേസ് മുകളിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺ ആണ് ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് ഡ്രില്ല് കംപ്ലീറ്റ് മെറ്റലും തടിയുമാണ്
കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ടും മനോഹരമായ രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ധാരാളം ചെറിയ ചെറിയ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എയർ സർക്കുലേഷൻ ആയാലും നല്ല കാറ്റും വെളിച്ചമൊക്കെ നല്ല രീതിയിലേക്ക് വീടിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൺസ്ട്രക്ഷൻ പാറ്റേൺ. മുകളിലത്തെ ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ട് ഹോൾ ഏരിയ ആണ്. അവിടെ തന്നെ നമുക്ക് TV യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് മനോഹരമായ രീതിയിലേക്കും ഇന്നത്തെ പുതിയ ഡിസൈൻ പാറ്റേണിലേക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം 2 ബാൽക്കണിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഏകദേശം മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതും ഇന്റീരിയർ വർക്കൊന്നും ഒരുപാട് ചെയ്ത് നമ്മളെ ഡിസ്റ്റർബൻസ് ചെയ്തിട്ടില്ല. നല്ല ക്ലാസ് ആയിട്ട് രീതിയിലുള്ള പെയിന്റിംഗ് പാറ്റേണുകളുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് അത് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു പ്രോബ്ലംസും വന്നിട്ടില്ല. സ്ഥല പരിമിതിയുടെ കാര്യത്തിലായാലും ചെയ്തിരിക്കുന്ന ഫിറ്റിംഗ്സിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും ഒരു മീഡിയം സൈസ് ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിന്റെ സൈസിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ഒരു ബാൽക്കണി ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ ഒക്കെ ഇറങ്ങി ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമ്മളെ ബെഡ്റൂമിനകത്ത് ഇരിക്കാൻ പറ്റും എന്നതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. മുകളിലത്തെ ഫ്ലോറിലെ ബാൽക്കണി ഏരിയയും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബാൽക്കണി ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നമുക്ക് ഒരു ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഭയങ്കര ഹെവി സൈസ് പിന്നെ എന്താ പറയുക ബാൽക്കണി ഏരിയ അല്ല, ഒരു മീഡിയം സൈസ് ബാൽക്കണി ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകളിലത്തെ നിലയിൽ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രീതിയിൽ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നല്ല നമുക്ക് ഏത് സാധനങ്ങളും നമുക്ക് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ. മുകളിലേക്കുള്ള ഒരു വിഷ്വലൈസേഷൻ ഞാൻ കാണിക്കാം. മുകളിൽ സ്റ്റെയറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കരഭൂമി ആയിട്ടുള്ളടത്ത് വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി തന്നെയാണ്. നല്ല ഹൈറ്റ് ഉള്ള പ്രദേശം എന്താ കണ്ടില്ല, നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. മൊത്തം വീടുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. അപ്പോൾ പേരൂർക്കട അല്ലെങ്കിൽ വഴയിലേക്ക് ഒരു പുതിയ വീട് നോക്കുന്ന, ആ ഏരിയയിലൊക്കെ പുതിയ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല കരഭൂമി ആയിട്ടുള്ള സ്ഥലത്ത് വീട് നോക്കുന്നവർക്ക്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 3,800 അതിന്റെ ലാൻഡ് ഏരിയ വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ബിൽഡർ വെച്ച് കൊടുക്കുന്നതല്ല, ഒരു ഡയറക്റ്റ് ഓണർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫർ വന്നതിന്റെ ബേസ് ചെയ്താണ് ഈ വീട് കൊടുക്കുന്നത്. 4 ബെഡ്റൂമുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 94 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.4 കിലോമീറ്റർ ആണ്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 700 മീറ്റർ ആണ് ഇതിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ വണ്ടികളും, ഇന്നോവ പോലുള്ള എല്ലാ വണ്ടികളും അനായാസാനം കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ വഴിയുടെ സൗകര്യം എന്ന് പറയുന്നത്. ഹൈറ്റായ പ്രദേശത്തോട്ട് തന്നെ ഒരു ചെറിയൊരു കയറ്റവും കൂടി കയറി വരുന്നുണ്ട്. അതൊരു മിനി ആയിട്ട് ഒരു വലിയ ഹെവി കയറ്റമൊന്നുമല്ല. അത്തരത്തിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.